വിവാഹത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കി നവദമ്പതിമാരെ പോലെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും എന്തെങ്കിലും കുറവുകൾ ഇവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പരിഹാരം കാണുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഇവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയോടുകൂടി ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവാണ് ഈ വിശുദ്ധ ബലി എന്ന് പറയുന്നത്. ആത്മാർത്ഥതയോടെ ഒരു ബലി അർപ്പണവും ഭാഗഭാഗത്വവും ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഈ ബലിയിൽ ഇവർക്ക് വേണ്ടിയിട്ടും ഇവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാ തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയണച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഗസ്തിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, സ്വർഗങ്ങൾ
നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്ക് രാജ്യം ശക്തി മഹത്വങ്ങൾ താപരമല്ലോ കർത്താവേ. ആമേനാമേൻ. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മഹാരാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കുമാര കൊല്ലാ മൗരീതൻ ആവുലാക്ക് യേശു മിശിഹാ സബീനമദ്നബു ശാസൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. आरी काल को उशाबाद को लेमा लाला സുഹാലാവാരവിനാവരും ഉഹാദിക്കൂ കന്ദിശാലാഹ കന്ദിശാഹൈസാന കന്ദിശാലാമായോസ നിസരാഹ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല.
അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കുവോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം തന്നെ ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവിടെ അവൻ അവരെ ഏതാനും ദിവസം താമസിച്ചു. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം ഈ സമൂഹത്തിൻ്റെ വല്യപ്പനും വല്യമ്മയും ആയിട്ട് വിവാഹത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ അവസരത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നമുക്ക് നേരുകയാണ്. പൗരോഹിത്യ ജീവിതവും എന്ന് പറയുന്നതും അതിൻ്റേതായിട്ടുള്ള വിശുദ്ധിയിലും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളുടെ ജീവിതത്തിലൂടെ യഥാവിധി നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സന്യാസിയായാലും ഒരു പുരോഹിതനായാലും ഒരു ബ്രദറായാലും തൻ്റെ ജീവിതം എത്രത്തോളം വിശുദ്ധമാണ് എന്നും കുടുംബജീവിതം പോലെ തന്നെ ഏറ്റവും വിശുദ്ധമാണ്, അല്ലെങ്കിൽ പൗരോഹിത്യം പോലെ വിശുദ്ധമാണ് കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്നുള്ള തിരിച്ചറിവ് ഈ ആധുനിക കാലത്ത് മറന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യയാണ് നാം ജീവിക്കുക. അടുത്ത് ശത്രു സൈന്യത്തെ തുരുത്തുന്ന ഒരു വല്യപ്പൻ തൻ്റെ കൊച്ചുമകൻ പറയുന്നതനുസരിച്ച് കുനിഞ്ഞു നിന്ന് ആനപ്പുറത്ത് കയറ്റുന്ന ഒരു പ്രതീതിയും നമ്മളുടെ സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ കരുതലാണ് നമ്മൾ കാണുക. ഒരു കൊച്ചുകുട്ടിയോട് കൂടി കളിക്കുവാനും അവനോടൊത്ത് ജീവിതം പങ്കെടുക്കുവാനും പങ്കുവയ്ക്കുവാനും വിളിക്കപ്പെട്ടവനാണ് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ വല്യപ്പനും വല്യമ്മയും എങ്കിൽ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സന്തോഷത്തോടെ വർത്താനം പറഞ്ഞ് പോകുവാനും അല്ലെങ്കിൽ അവരുടെ അഭിനയം എത്രത്തോളം നല്ലതാണ് എന്ന് പള്ളിമേടയുടെ തെന്നയിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കിക്കാണുകയായിരുന്നു. ഒത്തിരിയേറെ സന്തോഷം. ഈ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം ഇവരുടെ ജീവിതയാത്ര മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ങും തണലുമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആഹ്ലാദനായി യജ്ഞിക്കുന്ന നിന്റെ സഭയെ കരുണാപൂർവം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മവൃത്തിയാകും പുലർത്തി നോമ്പുകാലം ഫലദായമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. കർത്താവേ, സത്യനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു.
എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. ഇത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, പിന്നെ നീയാക്കി മാറ്റിടണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. ഇത്ര നാളായി കുതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാനെൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാനെൻ്റെ അന്ത്യം വരെയും. പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടായിരിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അവരെല്ലാവരെയും വിശുദ്ധ ബലിയിൽ ദൈവസന്നിധിയിൽ ഏറ്റവും ഇനി നടക്കുന്ന ആഘോഷങ്ങളൊക്കെ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളാണ്. അതിന് ഏറ്റവും സന്തോഷം നൽകുന്നതും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് വിശുദ്ധ ബലി ആഘോഷിക്കുക എന്നുള്ളതാണ്. ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം, എഴുന്നേറ്റ് നിൽക്കാം.